ഒരേ തൂക്കമുള്ള ആപ്പിളിനും പേരയ്ക്കും മാങ്ങയ്ക്കും ഒരേ വില തന്നെ വേണം എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അല്ലെങ്കിൽ എല്ലാവരുടെയും ഷൂവിൻ്റെ സൈസ് ഒന്ന് തന്നെ ആകണം എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? എല്ലാവരുടെയും ഷോൾഡറിൻ്റെ വിഡ്ത്ത് ഒന്ന് തന്നെ ആകണം എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഏതാണ്ട് ഇതുപോലെയാണ് ഇന്ന് നമ്മളുടെ ശരീരഭാരം എത്രയാകണം എന്ന് കണക്ക് കൂട്ടാൻ വേണ്ടി പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ആസ്പെക്റ്റാണ്. ഒന്ന് ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് -100. ഇപ്പോൾ നിങ്ങൾക്ക് 175 നിങ്ങളുടെ പൊക്കമെങ്കിൽ -100 75 കിലോഗ്രാം ആവണം എൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ബോഡി വെയ്റ്റ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വളരെയധികം സയൻറ്റിഫിക് ആണെന്ന് കരുതി ഉപയോഗിക്കുന്ന ഒന്നാണ് ബോഡി മാസ് ഇൻഡെക്സ്, വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അതിനെ നോക്കിയിട്ടാണ് ഇന്ന് കൂടുതൽ ആൾക്കാരും എത്ര വെയ്റ്റ് വേണമെന്ന് തീരുമാനിക്കുന്നത്. ഇത് രണ്ടും ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് രണ്ടും നിരോധിക്കേണ്ട സമയമായി. കാരണം ഇത് വളരെ അൺസയൻറ്റിഫിക് ആണ്, അൺറിയലിസ്റ്റിക് ആണ്. ഇന്ന് സയൻസ് വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെയും ശരീരഭാരത്തെയും തീരുമാനിക്കുന്നതിന് നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഇതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ചരിത്രം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ലാംബർട്ട് അഡോൾഫ് കെറ്റ്ലെ 1800കളുടെ മധ്യത്തിൽ ജീവിച്ചിരുന്ന ഒരു മാത്തമാറ്റീഷ്യനായിരുന്നു. എനിക്ക് തോന്നുന്നു ബെൽജിയമായിരുന്നു തോന്നുന്നു, യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും സംഖ്യകളിൽ വളരെ ഭ്രമമായിരുന്നു. ഈ ഒരു മാതൃകാ പുരുഷൻ്റെ ശരീരത്തിൻ്റെ ഭാരം എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു മാതൃകാ പുരുഷൻ എങ്ങനെ ആയിരിക്കണം എന്ന് കണ്ടെത്താനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യത്തിൽ അദ്ദേഹം 10,000-കണക്കിന് ആൾക്കാരുടെ ശരീരഭാരവും ശരീരത്തിൻ്റെ പൊക്കവും ഒക്കെ അനലൈസ് ചെയ്തു. അദ്ദേഹം വലിയ ഡേറ്റകൾ തയ്യാറാക്കി. ഈ ഡേറ്റയെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം ഒരു ഒത്ത ശരീരം എങ്ങനെ ആയിരിക്കണം, ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ഉള്ള ഒരാൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ശ്രമം അദ്ദേഹം നടത്തുകയുണ്ടായി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ ഒരു ഫോർമുല ഡിറൈവ് ചെയ്തത്. ഇന്ന് നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഫോർമുല അദ്ദേഹം ഡിറൈവ് ചെയ്ത് തന്നായിരുന്നു. വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഒത്ത ശരീരമുള്ളൊരു വ്യക്തി എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതലും രോഗങ്ങളുണ്ടാകുന്നത് എന്നുള്ളൊരു ഹൈപ്പോത്തസിസിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ഇത് ചെയ്തത്. പക്ഷേ പിന്നീട് ഇത് വളരെ പതുക്കെ മെഡിക്കൽ സർക്കിളിലോട്ട്, ഹെൽത്ത് സർക്കിളിലോട്ട് ഇത് കടന്നു കയറി. ഓർക്ക് അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യനായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു 1960കളിലും 70കളിലുമാണ് ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ ഇൻഷുറൻസിനെ പറ്റിയ ആൾക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടി രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ആൾക്കാരെ എങ്ങനെ മാറ്റി നിർത്താം എന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇൻഷുറൻസ് കമ്പനികൾ ഡെവലപ്പ് ചെയ്ത ഒന്നാണ് ഈ ഹൈറ്റ് വെയ്റ്റ് ചാർട്ട്. ഇത്ര ഹൈറ്റിന് ഇത്ര വെയ്റ്റ് ഉണ്ടെന്നുള്ളൊരു കണ്ടെത്തൽ. അതാണ് ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് -100 എന്നുള്ളത്. ഇതും വളരെ വ്യാപകമായി ആരോഗ്യ മേഖലയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഡോക്ടർമാരുടെ കൺസൾട്ടിംഗ് റൂമുകളിലും ഹോസ്പിറ്റൽസിലും ഓഫീസിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ചാർട്ടുകൾ വളരെ കോമൺ ആയിട്ട് എക്സിബിറ്റീവ് ആയിരുന്നു. എനിക്കും ഓർമ്മയുണ്ട്, ഒരു ഫിസിഷ്യനായിരുന്നുള്ള എൻ്റെ അമ്മയുടെ റൂമിൽ ഇത്തരത്തിലുള്ള ചാർട്ടുണ്ടായിരുന്നു. യങ്ങർ ഏജിൽ, ടീൻസിലൊക്കെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഈ ചാർട്ടിൽ പോയി നോക്കി എൻ്റെ ഹൈറ്റിൻ്റെ അനുസരിച്ച് വെയിറ്റ് ആയോ എന്ന് നോക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പലപ്പോഴും വളരെ മെലിഞ്ഞ ശരീരപ്രകൃതമായിരുന്ന എന്നോട് അമ്മ പറയാറുണ്ട്, നീ ഇതുവരെ 3 ദോശയാണ് കഴിച്ചത്, ഇനി 5 ദോശ കഴിയണം, കുറച്ചുകൂടി ശരീരഭാരം വെക്കണം, കാരണം പൊക്കത്തിനുള്ള തൂക്കം നിനക്ക് ആയിട്ടില്ല എന്നുള്ളത്. അങ്ങനെയായിരുന്നു ഈ ഹൈറ്റ് ടു വെയ്റ്റ് എന്നുള്ളൊരു കോമൺ ആയിട്ടുള്ളൊരു തമ്പ് റൂൾ ഇന്ന് ആരോഗ്യ മേഖലയിൽ ഇപ്പോഴും ആൾക്കാർ ഫോളോ ചെയ്യാൻ കാരണം. ഈ 20ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്ത് വളരെയധികം ഹൃദ്രോഗവും അമിതവണ്ണവും അതുപോലെ തന്നെ പ്രമേഹമൊക്കെ വർദ്ധിച്ച സാഹചര്യത്തിൽ ഇത് വളരെ പോപ്പുലറായി. ബോഡി മാസ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് ആരോഗ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊന്നായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാർക്കറുകളൊന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ എന്താണ് അശാസ്ത്രീയമായത്? നോക്കുക, ഒരു വ്യക്തിയുടെ ശരീരഭാരത്തിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഘടനയാണ്. ഘടന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പല ഘടകങ്ങൾ ചേർന്നിട്ടാണല്ലോ ശരീരഭാരം ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശരീരത്തിലെ അവയവം എന്ന് പറയുന്നത് തന്നെ മസിലാണ്. അപ്പോൾ ശരീരഭാരത്തിൻ്റെ എത്ര കിലോഗ്രാമാണ്, അല്ലെങ്കിൽ എത്ര ശതമാനമാണ് പേശികൾ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എത്ര ശതമാനം കൊഴുപ്പുകളുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ശരീരത്തിൻ്റെ ബോൺ എത്രയുണ്ട്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ബോണിൻ്റെ സ്ട്രക്ചർ, അപ്പോൾ നമ്മളുടെ ഫ്രെയിം എന്താണ്, അതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം അത് സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതാണ്.
അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് പരിഗണിക്കേണ്ടത് അദ്ദേഹം ഏത് വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ്. പല രാജ്യങ്ങളുള്ള പല റേസിൽപ്പെട്ട ആൾക്കാർക്കും പല രീതിയിലുള്ള ശരീരഘടനയാണുള്ളത്. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ മെറ്റബോളിസം, ഹോർമോൺസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാരം എത്തുന്നത് തന്നെ. അപ്പോൾ ശരീരഭാരം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം, അത് തൂക്കത്തിനനുസരിച്ചിട്ടായിരിക്കണം എന്ന് പറയുന്നത് വളരെ വളരെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സാധാരണ BMIയുടെ കണക്കുകൾ കേട്ടിട്ടുണ്ട്. ലോക പ്രശസ്തനായിട്ടുള്ള അർണോൾഡ് ഷ്വാസ്നേക്കർ, അദ്ദേഹം മിസ്റ്റർ യൂണിവേഴ്സ് ആയ സമയത്ത് അദ്ദേഹത്തിൻ്റെ BMI 30 ആയിരുന്നു. കണക്കുകൾ പ്രകാരമാണെങ്കിൽ അദ്ദേഹം വളരെയധികം ഒബേസ് ആയിട്ടുള്ള ഒരാളാണ്, അമിത വണ്ണമുള്ള ഒരാളാണ്. പക്ഷേ വളരെയധികം പേശികൾ കാരണമാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ BMI 30-ലെത്തിയത്. അപ്പോൾ പേശികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ആരോഗ്യത്തിൻ്റെ സൂചനയാണ്. ഒന്ന് നോക്കിയാൽ ഒരു പക്ഷേ അമിത വണ്ണമുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അമിത ഭാരമുണ്ട് എന്ന് പറയുന്ന വ്യക്തി, BMI ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരാൾ, ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് -100-ൽ പുറത്ത് നിൽക്കുന്ന ഒരാൾ, ശരീരത്തിൽ നല്ല പേശികളുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ നല്ലതായിരിക്കും. തിരിച്ച് കണ്ടാൽ ഒരുപക്ഷെ വലിയ അമിത വണ്ണമില്ലാത്ത മെലിഞ്ഞിരിക്കുന്നൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ശരീരഘടന നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കൂടുതൽ കൊഴുപ്പുകളും കുറഞ്ഞ പേശികളുമാണെങ്കിൽ അദ്ദേഹം ഹെൽത്തി ആവണമെന്നില്ല. അപ്പോൾ എവിടെയാണ് നമുക്ക് തെറ്റിയത്? ഇനി നമ്മൾ സഞ്ചരിക്കേണ്ടത് BMIയിലും നേരത്തെ പറഞ്ഞ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് -100 കണക്കുകളിലല്ല. ഇനി നമ്മൾ സഞ്ചരിക്കേണ്ടത് എക്സാക്റ്റ് ആയിട്ടുള്ള അസസ്മെൻറ്റ് നടക്കുന്നത് ബോഡി കോമ്പോസിഷൻ അസസ്മെൻറ്റുകളിലാണ്. BMIയും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റ് ഘടകങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തി സംബന്ധമായി ഒരു ഇൻഡിവിജ്വൽ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ അൺസയൻറ്റിഫിക്കാണ്. മേ ബി ഒരു പോപ്പുലേഷൻ സ്റ്റഡിയിൽ വലിയൊരു സമൂഹത്തിൻ്റെതായിട്ടുള്ളൊരു പൊതുവായ ആരോഗ്യ അവസ്ഥയെക്കുറിച്ചിട്ടുള്ള ഒരു അസസ്മെൻറ്റ് വേണമെങ്കിൽ പ്രയോജനപ്പെട്ടേക്കാം. പക്ഷേ ഇത്രയും സയൻസ് ഇത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ടൊരു കാലഘട്ടത്തിൽ നമ്മൾ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് തന്നെ BMI നിരോധിച്ചിരിക്കുന്നു. നമ്മൾ ഇനി ചിന്തിക്കേണ്ടത് ബോഡി കോമ്പോസിഷൻ അനാലിസിസിനെ കുറിച്ചും അതുപോലെ മറ്റൊന്ന് വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോയെക്കുറിച്ചിട്ടാണ്. നിങ്ങളുടെ വേസ്റ്റും ഹിപ്പും തമ്മിലുള്ള അനുപാതവും അതുപോലെ ശരീരത്തിൻ്റെ പല ഘടകങ്ങൾ തമ്മിലുള്ള പെർസെൻറ്റേജും, അതാണ് ഇനി വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി നമ്മൾ കണക്കിലെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഹെൽത്ത് ക്രൈറ്റീരിയ. എന്താണ് ബോഡി കോമ്പോസിഷൻ, എന്താണ് വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ, അതിൻ്റെ നോർമൽ വാല്യൂസ് എന്താണ്, ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഇതോടൊപ്പം ഷെയർ ചെയ്യുന്നു.